ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയ വീഡിയോയിലേക്ക് കിടക്കാണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ്. ജാവയിലെ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഏതൊക്കെ ക്ലാസ്സുകളും അതിന്റെ സബ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതൊക്കെ കീവേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ജാവയിലെ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവാണ്. ഒരു 5 കീവേഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാവ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ ആൻഡ് ത്രോസ്. ട്രൈ, ക്യാച്ച്, ഫൈനലി ഈ 3 എണ്ണത്തിനും ഒരു ബോഡി ഉണ്ടായിരിക്കും. അതായത് ഇഫ് അല്ലെങ്കിൽ സ്വിച്ച് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ഇതുപോലുള്ള ഇതുകൾക്ക് അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഒരു കോഡ് ഒരു ബോഡി വരുന്നത് പോലെ ഈ 3 ഇതുകൾക്കും കീവേഡുകൾക്കും ഒരു ബോഡി ഉണ്ടായിരിക്കും. എന്തൊക്കെയാണെന്ന് പറയാൻ പോവാണ്. ഫസ്റ്റ്, ട്രൈ. ഒരു പ്രോഗ്രാം കോഡുകളിൽ എക്സെപ്ഷൻ വരാൻ ചാൻസ് ഉള്ള കോഡുകളെ നമ്മൾ എഴുതുന്ന സ്ഥലമാണ് ട്രൈ. അതായത് ട്രൈ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യും, അതിനുശേഷമായിരിക്കും കോഡുകൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ എഴുതുന്ന കോഡുകളിൽ എന്തെങ്കിലും എററുകൾ വരാൻ അല്ലെങ്കിൽ എക്സെപ്ഷൻസ് വരാൻ ചാൻസ് ഉള്ള കോഡുകളെ ട്രൈ എന്ന് പറയുന്നതിന്റെ ബോഡിയിൽ എഴുതി. അടുത്തത് ക്യാച്ച്. ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാച്ച് അതിനുള്ളിൽ എന്ത് എഴുതും? ട്രൈ ബ്ലോക്കിൽ വെച്ച് ഏതെങ്കിലും കോഡിലോ ഏതെങ്കിലും സെന്റൻസിലോ ഒരു എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ ഈ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ എവിടേക്ക് ജമ്പ് ചെയ്യും? ക്യാച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ജമ്പ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ട്രൈ നോക്കിയേ. ട്രൈ ബ്ലോക്ക് ഓഫ് കോഡ് ടു മോണിറ്റർ ഫോർ എറേഴ്സ്. എററുകൾ വരാൻ ചാൻസ് ഉള്ള ബ്ലോക്ക് ഓഫ് കോഡുകളെ ഞാൻ എന്ത് ചെയ്തു? ഈ ട്രൈയുടെ ഉള്ളിൽ എഴുതി വെച്ചു. ദെൻ ക്യാച്ച് എക്സെപ്ഷൻ ടൈപ്പ് എക്സെപ്ഷൻ ഒബ്ജക്റ്റ്. അതായത് ഈ ട്രൈ ക്യാച്ചിനുള്ളിൽ ഒരു അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ട്രൈയുടെ ഉള്ളിൽ എഴുതി, ആ കോഡുകൾ ട്രൈയുടെ ഉള്ളിൽ എഴുതി, അതിനുശേഷം ക്യാച്ച് അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ OB എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ഇതിനുള്ളിൽ ഒരു അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് ഈ സ്റ്റേറ്റ്മെന്റിലേക്കാണ് വരിക. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഈ അരിതമെറ്റിക്കൽ എക്സെപ്ഷന്റെ ഒബ്ജക്റ്റ് അതിനെ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം എന്ത് എഴുതണം എന്ന് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള സംഭവം ഇതിന്റെ ഈ ബോഡിയുടെ ഉള്ളിൽ എഴുതും. അതായത് ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കും. അതുപോലെ ആ മെസ്സേജ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും നമുക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനുള്ളിൽ എഴുതാൻ പറ്റും. ഈ ക്യാച്ചിന്റെ ഈ മെസ്സേജ് ഓട്ടോമാറ്റിക് ജാവ ഹാൻഡിൽ ചെയ്തതിനു ശേഷം, ജാവ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തതിനു ശേഷം എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ എവിടെ എഴുതും? ഈ ക്യാച്ചിന്റെ ഉള്ളിൽ, ബോഡിയുടെ ഉള്ളിൽ എഴുതും. അപ്പൊ ട്രൈ ക്യാച്ചിന്റെ പർപ്പസ് മനസ്സിലായി. ഇവിടെ ഞാൻ നോക്കി രണ്ടാമതൊരു ക്യാച്ചിനെയും കൂടി എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര ക്യാച്ച് സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിലും എഴുതാം. ഓരോ ക്യാച്ച് സ്റ്റേറ്റ്മെന്റും ഓരോ ടൈപ്പ് ഓഫ് എക്സെപ്ഷനെ ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഈ ട്രൈയുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന കോഡുകളിൽ ഒരു അരിതമെറ്റിക്കൽ എക്സെപ്ഷനും ഒരു IO എക്സെപ്ഷനും വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യത്തെ ക്യാച്ചിലെ അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ OB1 അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ OB1 എന്ന് പറഞ്ഞു എഴുതും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ അരിതമെറ്റിക്കൽ എക്സെപ്ഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതിലേക്ക് ചാടും. രണ്ടാമത്തെ ക്യാച്ചിൽ ഞാൻ എന്ത് ചെയ്യും? IO എക്സെപ്ഷൻ OB2 എന്ന് പറഞ്ഞു എഴുതി വെക്കും. അപ്പൊ എന്താ സംഭവിക്കുക? എനിക്ക് ഇവിടെ 2 എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് രണ്ടിനെയും ക്യാച്ച് ചെയ്യാൻ വേണ്ടി 2 ക്യാച്ച് സ്റ്റേറ്റ്മെന്റുകൾ എഴുതി. അപ്പോൾ ഫസ്റ്റത്തേൽ അരിതമെറ്റിക്കൽ എക്സെപ്ഷനും രണ്ടാമത്തേല് IO എക്സെപ്ഷൻ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രൈ ബ്ലോക്കിനുള്ളിൽ എന്ത് എക്സെപ്ഷൻ ആണ് റേസ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് ആയിരിക്കും എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു IO എക്സെപ്ഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സെക്കൻഡ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്കും, അല്ല ഒരു അരിതമെറ്റിക് എക്സെപ്ഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഫസ്റ്റ് ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് ആയിരിക്കും ജമ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പർപ്പസ്, ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ട്രൈ, ക്യാച്ച് 2 കീവേഡുകളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത കീവേഡാണ് ഫൈനലി. ഫൈനലി എന്ന് പറയുന്നതും ഇതുപോലെ ട്രൈ ക്യാച്ച് പോലുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. ബ്ലോക്ക് ഓഫ് കോഡുകൾ നമുക്ക് എഴുതാം. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനെ നമ്മൾ ക്യാച്ച് ചെയ്തു, എക്സെപ്ഷൻ ക്യാച്ച് ചെയ്തു, ദെൻ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്തു. ക്യാച്ച് സ്റ്റേറ്റ്മെന്റിൽ വെച്ച് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തതിനു ശേഷം എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യാൻ പോവാണ്.
ഇങ്ങനെ എൻഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ അവിടെ ചെയ്ത് അവസാനിപ്പിക്കാനുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് പോകും. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തത് എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ ഫ്യൂച്ചറിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ള കോഡുകളെ നമുക്ക് എന്ത് എഴുതാം? ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിൽ എഴുതാം. അപ്പോൾ എക്സെപ്ഷൻ ഉണ്ടായി, അത് എക്സെപ്ഷൻ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഈ ഫൈനലിയുടെ ഉള്ളിൽ എഴുതുന്ന കോഡുകൾ വർക്ക് ചെയ്തതിന് ശേഷമേ എന്തുണ്ടാവുള്ളൂ? ആ പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു പ്രോഗ്രാമില് കുറച്ച് ത്രെഡുകൾ ഉണ്ടാക്കി, ഒരു 10 ത്രെഡുകൾ ഉണ്ടാക്കി. ത്രെഡുകളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. ലൈറ്റ് വെയിറ്റ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം ബാക്ക്ഗ്രൗണ്ടില് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഇതിന്റെ തന്നെ ചെറിയ ചെറിയ, അതായത് ഒരു പ്രോഗ്രാമിന്റെ ഏതെങ്കിലും ചില പോർഷൻസ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അതിനാണ് ത്രെഡുകൾ എന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഇവിടെ പഠിക്കാം. ഈ ത്രെഡുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുമ്പോഴേക്കാൾ മുൻപ് ആ ത്രെഡുകളെ കില്ല് ചെയ്യണം. അതായത് ആ ത്രെഡുകളുടെ വർക്കിംഗ് അവിടെ അവസാനിപ്പിക്കണം. ഒരു പ്രോഗ്രാമിൽ ഒരു ത്രെഡിന് ക്രിയേറ്റ് ചെയ്താൽ ആ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുൻപ് ആ ത്രെഡുകളെ കില്ല് ചെയ്യണം. അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അവസാനിച്ചതിന് ശേഷം, എൻഡ് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യും? ആ ത്രെഡുകൾ അവിടെ ലൈവിൽ നിൽക്കും. ആ ത്രെഡുകൾ അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ CPU ടൈമും CPU-നെയും മെമ്മറിനെയും അത് നമ്മൾ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്താലും ആ CPU-നെയും മെമ്മറിനെയും അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ത്രെഡിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്തിരിക്കണം. ഇപ്പൊ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാവുന്ന കേസാണെന്ന് വിചാരിക്കാം. ട്രൈ ബ്ലോക്കിൽ എക്സെപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള കോഡുകൾ എഴുതി, ക്യാച്ച് അതിന് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതിന്റെ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ആ വർക്കിംഗ് ക്യാച്ച് അതിന് ഇതാക്കി അതിനുശേഷം ആ പ്രോഗ്രാം എൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഈ എക്സെപ്ഷൻ ഉണ്ടായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാമുകളെ കില്ല് ചെയ്യാൻ പോകുന്നത്, ഈ ത്രെഡുകളെ കില്ല് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പലതരത്തിലുള്ളതുകളും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അതിന്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും, അതായത് എൻഡ് ചെയ്യിക്കും, പ്രോഗ്രാം എൻഡ് ചെയ്യിക്കും. ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവിടെ ആ ഉണ്ടാക്കിയിരിക്കുന്ന ത്രെഡുകളെ കില്ല് ചെയ്യാതെ നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ്ലി ആ ത്രെഡ് അവിടെ വർക്ക് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ സിസ്റ്റം ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മസ്റ്റ് ആയിട്ടും എന്ത് വേണം? ആ ത്രെഡുകളെ കില്ല് ചെയ്യണം. ഇത്തരം സാഹചര്യങ്ങളിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡാണ്. പ്രോഗ്രാം എൻഡ് ചെയ്യണേക്കാൾ മുമ്പ് എന്തായാലും ചെയ്യേണ്ട കോഡുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫൈനലിയുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ത്രെഡുകളെ കില്ല് ചെയ്യാനുള്ള കോഡുകൾ എഴുതി വെക്കും. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡുകൾ എന്തായാലും ട്രൈ ക്യാച്ച് ബ്ലോക്കുകൾ വർക്ക് ചെയ്തതിനു ശേഷം പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം കോഡുകൾ നമ്മൾ എന്ത് എഴുതി വെക്കും? ഫൈനലി എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് അതിന്റെ ബ്ലോക്കിൽ എഴുതി വെക്കും. അപ്പൊ എന്ത് ചെയ്യും? അത് എക്സെപ്ഷൻ ഉണ്ടായി ഈ പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ആവുകയാണെങ്കിൽ പോലും ഈ കോഡുകൾ വർക്ക് ചെയ്തതിനു ശേഷമേ ഈ പ്രോഗ്രാം എൻഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഫൈനലി എന്ന് പറയുന്ന കീവേഡിന്റെ ഉപയോഗം എന്ന് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഫൈനലി കീവേഡ് ഉപയോഗിക്കുമ്പോൾ എന്തായാലും എന്ത് വേണം? നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്കുകൾക്ക് ശേഷം മാത്രമേ ഫൈനലി ബ്ലോക്കിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ട്രൈ ക്യാച്ച് ബ്ലോക്കുകൾ ചെയ്തതിനു ശേഷം മാത്രമേ ഫൈനലി ക്യാച്ച് ബ്ലോക്കിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്ത രണ്ട് കീവേഡുകളാണ് ത്രോ ആൻഡ് ത്രോസ്. ഫസ്റ്റ് വൺ, ത്രോ. ഇപ്പൊ നമ്മൾ ചെയ്തത് ഒരു ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷനെ ജമ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് കമ്പൈലർ തന്നെയാണ് ഈ ജമ്പിങ് നടത്തിച്ചത്. ഇനി എനിക്ക് മാനുവലി ഇങ്ങനെ ഒരു ജമ്പിങ് നടത്തണം. അതായത് നമുക്ക് ജാവയില് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോ പഠിച്ചത് മുഴുവനും ജാവയില് ഇൻബിൽട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന എക്സെപ്ഷനുകളാണ്. നമ്മുടെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാനുവലി എക്സെപ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അത്തരത്തിലുള്ള എക്സെപ്ഷൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജമ്പ് ചെയ്യില്ല. അപ്പൊ അവിടെ മാനുവലി നമ്മൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള എക്സെപ്ഷനുകൾ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സിക്യൂഷനെ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് ജമ്പ് ചെയ്യണം. അങ്ങനെ മാനുവലി എക്സ്പ്ലിസിറ്റ്ലി ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ, ഒരു എക്സെപ്ഷനെ കിട്ടിക്കഴിഞ്ഞാൽ
മാനുവലി എക്സിക്യൂഷന് ജമ്പ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ത്രോ എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ത്രോ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് ത്രോസ്. ത്രോസ് എന്ന് പറയുന്ന ഒരേ ഒരു ലെറ്ററിന്റെ വ്യത്യാസമുള്ളൂ, എസ് എന്ന് പറയുന്ന ലെറ്ററിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. ത്രോസ് എന്ന് പറയുന്ന കീവേഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിന് വരുന്ന എക്സെപ്ഷനുകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ത്രോസ് എന്ന് പറയുന്ന കീവേഡ്. സപ്പോസ് ഒരു ഫംഗ്ഷനിൽ ഒരു അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻസിനെ ഞാൻ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഫംഗ്ഷന്റെ സിഗ്നേച്ചറിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യും, ത്രോസ് IO എക്സെപ്ഷൻ അല്ലെങ്കിൽ ത്രോസ് അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ. അപ്പൊ എന്ത് സംഭവിക്കും, ആ ഫംഗ്ഷനുള്ളിൽ എന്തെങ്കിലും ഒരു അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ ഉണ്ടായാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യും. ത്രോസ് അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ ആ സിഗ്നേച്ചറിന്റെ ഒപ്പം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന അരിത്മെറ്റിക്കൽ എക്സെപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യും. അതിനുശേഷം എവിടെ നിന്നാണോ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളത് അവിടേക്ക് സേഫ് ആയിട്ട് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതുപോലെ ഒരു ഫംഗ്ഷനുള്ളിൽ സാധാരണ എന്താണ്, ഒരു ഫംഗ്ഷനിലേക്ക് കോൾ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം, അവിടെ വെച്ച് എക്സെപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രോഗ്രാം ക്ലോസ് ആയി പോവാണ്. പക്ഷെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ